താമരശ്ശേരിയിൽ പ്രൈവറ്റ് ട്യൂഷൻ സെന്ററിൽ അടിപിടിക്കിടെ മരണപ്പെട്ട ഷഹബാസിന്റെ സുഹൃത്തുക്കള് ആ അടിച്ചോന് ആദ്യം അയച്ചൊരു മെസ്സേജാണ് ഷഹബാസിന്. അത് ഓൻ അങ്ങനെ ആദ്യം മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഈ ഷഹബാസിന് എന്ത് പറ്റി ഹോസ്പിറ്റലിലാണ് എന്ന് അറിയുമ്പോൾ വീണ്ടും അവൻ ഷഹബാസിനെ അയക്കാണ്. അതായത് അവൻ പറയുന്നുണ്ട്, ഷഹബാസ് നീ ഇപ്പൊ എന്താ, ഇനിയിപ്പോ എവിടെയാണ്, ഞാൻ ആരെ തല്ലിയാലും പിന്നെ പുരയിൽ വന്നിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഓനപ്പോ സ്ഥിരം തല്ലാരനാണ്. ഞാൻ ആരെ തല്ലിയാലും പേരെ പോയി കണ്ട് പൊരുത്തം ചോദിക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, നമ്മള് നാടിലെ സ്വന്തം ഉമ്മാനെ കൊല്ലണ്, സ്വന്തം അനിയനെ കൊല്ലണ്, ക്ലാസ്മേറ്റിനെ കൊല്ലണ്, ഒരേ ബെഞ്ചിലിരിക്കണ സുഹൃത്തുക്കൾ തമ്മിൽ കൊലപാതകം. ഒറ്റ ഇതിലാണ് ആള് നിയമവര് ലഹരി എന്ന പേരിൽ ഒതുക്കാൻ പറ്റില്ലത്. ഇതൊന്നും ലഹരിയല്ലല്ലോ. ലഹരിയല്ല. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ മൻസൂർ, അതിന്റെ ഒരു നമ്മൾ ന്യൂസ് കേട്ടെടുത്തോളം ഒരു ട്യൂഷൻ സെന്റർ, ആ ട്യൂഷൻ സെന്ററിൽ ഒരു സെന്റ് ഓഫ് പാർട്ടി നടക്കുകയാണ്. അപ്പൊ ആ ട്യൂഷൻ സെന്ററിൽ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള 2 സ്കൂളുകൾ, അതായത് അവിടെയുള്ള ഒരുപാട് കുട്ടികൾ പഠിക്കുന്നിടത്ത് ഒരു പർട്ടിക്കുലർ സ്കൂളിലെ കുട്ടി ഡാൻസ് കളിക്കുന്ന സമയത്ത് ആ പാട്ട് ഓഫ് ആവുകയാണ്. പാട്ട് ഓഫ് ആകുന്ന സമയത്ത് മറ്റേ സ്കൂളിലെ കുട്ടികൾ കൂവി. അതാണ് ഇതിന് കാരണമായിട്ടുള്ള ഇതിന് റീസൺ ആയിട്ട് അവർ പറയണത്. അപ്പൊ ആ പരിപാടി നടക്കുന്നവർക്ക് തന്നെ അടി നടന്നിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള ട്യൂഷൻ സെന്ററിലെ അധ്യാപകർ വന്നിട്ട് കുട്ടികളെ പിടിച്ച് മാറ്റുന്നു, ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളെ പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി. എന്നിട്ട് ആ കുട്ടികളോട് ഇനി മുതൽ ട്യൂഷൻ സെന്ററിൽ വരരുത്, ഇവിടെ കച്ചറ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതാണ് അതിന്റെ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത്, സ്റ്റാർട്ടിങ്ങിലെ. അതിനുശേഷമാണ് പിന്നീട് ഈ പറയപ്പെടുന്ന സംഭവം ഉണ്ടാകുന്നത്. അവരെ ഒരു കോംപ്ലക്സിലേക്ക് വിളിച്ചു വരുത്താണ്. പക്ഷെ എൻ്റെ ഒരു സംശയം എന്താണെന്നറിയോ, ഷഹബാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ആ ട്യൂഷൻ സെന്ററിൽ പഠിക്കണില്ല. അപ്പൊ അവനെങ്ങനെയാണ് ഈ ഒരു ഇൻസിഡന്റിൽ വന്ന് ഫ്രണ്ട്സിന്റെ കൂടെ പോയതായിരിക്കും. അപ്പൊ ആരോ ഷഹബാസിനെ വിളിച്ചു കൊണ്ടുവന്നതാണ്. അതല്ലേ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പരിപാടികൾ അല്ലെങ്കിൽ സെന്റ് ഓഫ് മറ്റുള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ചെറിയ എന്തോ തള്ളൊക്കെ ഉണ്ടാവുന്നല്ലാണ്ട് കൂടെ പഠിക്കണ ആരെ കൊല്ലണം എന്നുള്ള ആ ഒരു സാധനം എവിടെ തന്നെ കിട്ടണം എന്നുള്ളതാണ്. ഇതൊന്ന് ആലോചിച്ചൊക്കെ, കുട്ടികള് തല്ലിന് വരുന്ന സമയത്ത് നഞ്ചാക്കും കൊണ്ട് ഇടിവളയൊക്കെ കൊണ്ടാണ് കുട്ടികൾ തല്ലാൻ വരുന്നത്. ഷഹബാസിന്റെ തലക്ക് ഗുരുതരമായിട്ട് തലയോട്ടിക്ക് ഗുരുതരമായിട്ട് അവിടെ ഗുരുതരമായ പരിക്ക്. ഒരാളെ കൊല്ലണമെന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ ഈ കൗമാരക്കാർ അതിന്റെ ഒരു സാധനം കിട്ടുന്നുണ്ടല്ലോ. മെയിനായിട്ട് ഇപ്പൊ നമ്മള് ഡ്രഗ്സും ലഹരിയൊക്കെ ഒഴിവാക്കുക. അതിപ്പോ എല്ലാവരും കൊലപാതകം നടക്കുന്നിടത്തൊക്കെ ലഹരി ഉണ്ടോ എന്ന് അറിയാം. അത് വെറും ഒരു മദ്യത്തിൽ ഒതുക്കുക, മദ്യമാണെന്ന് നിസ്സാരവൽക്കരിക്കില്ല. കുട്ടികൾക്ക് മാക്സിമം സിനിമകളിൽ നിന്ന് കിട്ടുന്ന സംഭവമുണ്ട് ഇല്ലേ? സിനിമകൾ ഒരുപാട്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിനിമകൾ ഈ പറയപ്പെടുന്ന ക്രിമിനൽ ആക്ടിവിറ്റിക്ക് സിനിമകൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മറച്ചൊക്കാനും പറ്റില്ല. ഒരുപാട് സിനിമകൾ, അതായത് ഇറങ്ങുന്ന സിനിമകൾ 2022 ശേഷം ഇറങ്ങുന്ന സിനിമകള് ഈ ഒരു വയലൻസും ബ്ലഡും കൊലപാതകങ്ങളും വിഷയങ്ങളും കത്തിയും ഒന്നും ഇല്ലെങ്കിൽ പടത്തിനൊരു പഞ്ചമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അല്ലേ? അതെ. കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ, ഇപ്പൊ എന്റെ കുട്ടികൾ കുട്ടികൾക്ക് വളർന്നു വരുമ്പോൾ അവർ കാണുന്ന സിനിമകൾ ഇങ്ങനെയാണ്, വയലൻസ് മാത്രമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് വിചാരിക്കാതെ അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഉണ്ണിമുകുന്ദ ഇപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മൊറോ എന്താണ് അതിന്റെ പേര്, ആ പടം ഉണ്ണിമുകുന്ദന്റെ ആക്ഷൻ മൂവി. ആ മൂവീസ് ഞാൻ ഇഷ്ടമുള്ള പടം ചെയ്യുന്നു. ഇതെന്താ കണ്ടാ മതി. ഇതിപ്പോ സിനിമകൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിനെ എൻഡോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇന്ന് മന്ത്രി ഗണേഷ് കുമാർ എന്താ പറഞ്ഞത്, അത്തരത്തിലുള്ള സീനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സിനിമ എടുക്കണ്ട എന്നുള്ളതാണ്. അത് ഒഴിവാക്കാൻ പറ്റണില്ല, നിങ്ങൾ സിനിമ നിർമ്മിക്കണ്ട എന്നാണ്. നമ്മൾ സമൂഹത്തിൽ സന്ദേശം കൊടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് കുട്ടികളിൽ അക്രമവാസന ഉണ്ടാക്കരുത്. യു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്, എ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടതല്ല. നമ്മളിപ്പോ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള സിനിമകൾ, ഇപ്പൊ ഷെക്കിയിലെ സിനിമകൾ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് എല്ലാവരും ഇവിടെ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ പോലീസിങ് കാണാൻ പോയിട്ടുണ്ടോ? ഇല്ല. അതിലെ കുട്ടികളിൽ ഈ അക്രമവാസന ഉണ്ടാക്കാന് ഇതുപോലെയുള്ള സിനിമകൾ ഒരു പരിധി വരെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോ ഈ ഒരു പ്രശ്നം, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അന്ത്യചർച്ചയിൽ ഒതുങ്ങും. അതല്ലെങ്കിൽ നാട്ടിൽ ഫ്ലക്സ് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനും നടത്തും. അവിടെ തീർന്നു, ഒരു 3 ദിവസം ഉണ്ടാവും. ഇപ്പൊ അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ കർശനമായിട്ട് ശിക്ഷിക്കാനും നിരീക്ഷിക്കാനും അവരെ ഉപദേശിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടപ്പറപ്പിങ്ങളെ കൊല്ലുകയും ചെയ്യും. അധ്യാപകരെയും മാതാപിതാക്കളെയും പ്രയാളുള്ള ആളുകൾ ബഹുമാനിക്കാതെ എന്ത്. ഇപ്പൊ ഈ അടുത്തല്ല നമ്മള് പാലക്കാട് സ്കൂളിലൊരു വിദ്യാർത്ഥി അധ്യാപകനോട് പറഞ്ഞത്, ശേഷം വിഷയം സോൾവ് ആയി.
പിന്നെ സാറിന് പിന്നെ സാറിന് അങ്ങാടിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തീർക്കും എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പൊ മദ്രസയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും അധ്യാപകർക്കെതിരെ ഒരു ഫേക്ക് ഒരു പോക്സോ അതല്ലെങ്കിൽ പീഡന വാർത്ത കൊടുക്കുക അടിക്കുന്ന അധ്യാപകർക്കെതിരെ പഴയ പോലെ അധ്യാപകർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കൊലപാതകങ്ങളും എല്ലാവരും ക്രിമിനൽ മൈൻഡുള്ളവരാണ് മാറും. ആരെ പേടിക്കണ്? അതെ, നാട്ടുകാരെ പേടില്ല, വീട്ടുകാരെ പേടില്ല, മാതാപിതാക്കളെ ഉസ്താദുമാരെ അല്ലെങ്കിൽ അധ്യാപകരെ ഒന്നും പേടില്ല. തൊടാൻ പറ്റില്ല. കുട്ടികളെ എങ്ങനെ വളർത്തും? അതെ. അതായത് നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് പിന്നെ മാഷുമാരുടെ കയ്യിൽ ചൂരലുണ്ടാവും അല്ലെ, ചൂരലും കൊണ്ടാണ് മാഷുമാര് വരിക. ആ ചൂരലിനെ നമ്മൾ കൊടുത്തിരുന്ന റെസ്പെക്ട്, ആ മാഷിന് നമ്മൾ കൊടുത്തിരുന്ന ഒരു ബഹുമാനം. അന്ന് വീട്ടിൽ നിന്ന് മാഷ് അടിച്ചെന്ന് പറഞ്ഞാലും നന്നായി അങ്ങനെയല്ല. ഇന്ന് ബൈക്ക് എടുത്ത് പോയിട്ട് അധ്യാപകനെ ചോദ്യം ചെയ്ത് വഴിയിലിട്ടിട്ട് സോഷ്യൽ മീഡിയ ഇട്ട് നാട്ടിക്കാണ്. അതായത് അധ്യാപകർക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഷാബാസിന്റെ ഒരു വീഡിയോ നമുക്ക് ഇതിന്റെ കൂടെ പ്ലേ ചെയ്യാം. ഒരു 3 മിനിറ്റിന്റെ കയറിലോ എന്നുള്ളൊരു വീഡിയോ ആണ്. ആ കുട്ടികൾ ആർത്ത് കരയാണ്, ഭയങ്കരമായിട്ട്. പിന്നെ എന്താ പറയാ, ഉള്ളിൽ നിന്നുള്ള കരച്ചിലാണ്. ഷാബാസ് അത്രയും നല്ലൊരു മികച്ച വിദ്യാർത്ഥിയാണെന്ന് ഷാബാസിന്റെ സ്കൂളിലെ അധ്യാപകൻ പറയുന്നുണ്ട്. ഷാബാസ് ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു എന്ന് ഷാബാസിന്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. ഇതുപോലെയുള്ള കച്ചറകൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോകാത്ത വളരെ ഡീസൻ്റ് ആയിട്ടുള്ള പിന്നെ വീട്ടുകാർക്കും അതുപോലെ തന്നെ അയൽവാസികൾക്കും വേണ്ടപ്പെട്ടൊരു കുട്ടിയായിരുന്നു ഷാബാസ് എന്ന് അവൻ്റെ അയൽവാസികളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുണ്ടാക്കിയിട്ടുള്ള ഒരു ട്രോമ ആ കുടുംബത്തിന് നല്ലോണം ഉണ്ടാവും, സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും നമ്മൾ രക്ഷിതാവ് എന്ന നിലയിൽ നമുക്ക് പിള്ളേരുണ്ട്. വളർന്നു വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളായാലും നമ്മൾ അവരുടെ ഫ്യൂച്ചർ ആകെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാ കോളേജിലും എല്ലാ സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ നിസാര കാര്യത്തിന് കൊലപാതകങ്ങളിൽ ഒതുക്കുമ്പോൾ പിള്ളേർ കണ്ടു പഠിക്കില്ലേ? സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ഇതൊരു ആവേശത്തിന് പുറത്തുണ്ടായിട്ടുള്ള സംഭവമാണ്. അതായത് ആവേശമാണ്. അതാ പറഞ്ഞല്ലോ, ഞാൻ തെറ്റ് പറ്റി എനിക്കെന്ത് പറ്റിയെന്നുള്ളത്. ഷാബാസിനെ കൊല്ലണം അല്ലെങ്കിൽ ഷാബാസിനെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി അവർ ചെയ്തിട്ടുള്ളതാവില്ല. പക്ഷെ വാക്കിൽ അങ്ങനെ പറയൂടാ, ദേഷ്യത്തിൽ അങ്ങനെ പറയും. പക്ഷെ പിള്ളേർ അങ്ങനെ ചെയ്താവില്ല. പക്ഷെ ഇതൊരു ആവേശത്തിന്റെ പുറത്ത് ഗ്യാങ് അല്ലേ, രണ്ട് ടീമുകൾ തമ്മിൽ രണ്ട് സ്കൂളുകളും കൂടി ആകുമ്പോൾ കുട്ടികൾക്ക് ആവേശം കൂടും. അതായത് ഇന്റെ സ്കൂളിലെ കുട്ടി ഡാൻസ് കളിക്കുമ്പോൾ ഒരു കൂവിയത് എന്തിനാന്നുള്ളൊരു ചോദ്യം വരുന്നതോട് കൂടിയിട്ട് രണ്ട് സ്കൂളുകൾ തമ്മിൽ ഫൈറ്റ് ആയിട്ട് മാറുകയാണ്. ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ക്യാമ്പയിനും കാര്യങ്ങളൊന്നല്ല, വളരെ ഗ്രാസ് റൂട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഇടപെടലുകൾ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതിന് വേണ്ട പിന്തുണ പാരന്റ്സ് കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികൾ പിന്നെ വീട്ടിലെത്തുന്ന സമയത്ത് നമ്മളൊക്കെ പണ്ട് പിന്നെ സ്കൂളൊക്കെ വിട്ട് പിന്നെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഷർട്ട് ഒന്ന് ചുളുങ്ങി കഴിഞ്ഞാൽ പേരൻസ് ചോദിക്കും, എന്താണ് എന്റെ ഷർട്ട്. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യത്തിൽ പാരന്റ്സ് അത്രത്തോളം കെയർ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയം, ഒരു ചോദ്യചിഹ്നമായിട്ട് മുന്നിൽ വെക്കും. അതായത് വീട്ടിൽ നിന്ന് കുട്ടികൾ പോകുമ്പോഴും മാതാപിതാക്കൾ റീലാണ്, സോഷ്യൽ മീഡിയയിലാണ്. കുട്ടികൾ വരുമ്പോഴും ശ്രദ്ധിക്കണില്ല. വളരെ എല്ലാവരും ഇല്ല പറഞ്ഞു, പല ആളുകളും കുട്ടികളുടെ കാര്യത്തിൽ വളരെ പിന്നെ അല്ല, കുട്ടികൾ ഇന്നത്തെ കാലം എങ്ങനെയാണ്, കുട്ടികൾ പിന്നെ ആ രീതിയിൽ വളരും. അല്ലെങ്കിൽ കുട്ടികൾ അവരെ നോക്കാൻ അവർക്ക് തന്നെ അറിയാനുള്ള ഒരു ബോധമൊക്കെ ആയിരിക്കും. എന്തായാലും പാരന്റ്സ് കുട്ടികളെ മാക്സിമം പിന്നെ കെയർ ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ അകപ്പെട്ട് കഴിഞ്ഞാലും വൈകാരികമായിട്ട് പ്രതികരിക്കാതെ വിവേകത്തോട് കൂടിയിട്ട് പെരുമാറാൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഷഹബാസിന്റെ കൊലപാതകത്തിൽ ശക്തമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാവണം, ചെയ്യാൻ തോന്നാത്ത വിധം നിയമം ശക്തമാവണം. അപ്പോൾ ഏതായാലും നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഷഹബാസിന്റെ വിഷയത്തിൽ സർക്കാർ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക, അതുപോലെ തന്നെ അന്വേഷണം കൃത്യമായ രീതിയിൽ നടത്തിക്കൊണ്ട് അതിന് പിന്നിലുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക, അവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുക.